കർത്താവിന് മഹത്വം. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സീനിയർ സിസ്റ്റേഴ്സിനും സ്നേഹവന്ദനം. സീനിയർ സിസ്റ്റേഴ്സ് പ്രേ ഗ്രൂപ്പിൻ്റെ 4ാം വാർഷികത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണല്ലോ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചത് ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നിങ്ങനെ പലയിടങ്ങളിലിരുന്ന് നമ്മളുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവം സഹായിച്ചുവല്ലോ. ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്ത് പല പരിപാടികളോടുകൂടെ നടത്തിയെടുക്കാൻ ഉത്സാഹിച്ച പ്രിയ താണ്ടമ്മ ടീച്ചറുടെ അധ്വാനം കുറച്ചൊന്നുമല്ല. സഹോദരിയെ ദൈവം ഇനിയും ധാരാളം ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം സഹോദരിമാരുടെ ആത്മീക വർധനയ്ക്കും കൂട്ടായ്മയ്ക്കും ദൈവം ഈ പ്രവർത്തനങ്ങളെ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സംതൃപ്തിയുള്ള വാർദ്ധക്യം അല്ലെങ്കിൽ സന്തുഷ്ടിയുള്ള വാർദ്ധക്യം എന്ന തലക്കെട്ടിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ആശിക്കുന്നത്. നമ്മൾക്കെല്ലാം പല അതൃപ്തികൾ ഉണ്ടല്ലോ. കുറച്ചുകൂടി ആരോഗ്യമുണ്ടായെങ്കിൽ, നമ്മളുടെ പല വേദനകളും ഇല്ലാതിരുന്നെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ഭർത്താവും മക്കളും ഒക്കെ കൂടുതൽ ആത്മീയരായിരുന്നെങ്കിൽ, നമ്മളുടെ സഭകൾ കുറച്ചുകൂടെ ഉണർവുള്ളതായിരുന്നെങ്കിൽ, സഭയിൽ നല്ല മൂപ്പന്മാരുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ എന്തെല്ലാം ആശകളും അതോടൊപ്പം അതൃപ്തികളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. സംതൃപ്തി അല്ലെങ്കിൽ സന്തുഷ്ടിയുള്ള ഒരു അവസ്ഥ, ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ, അത് നമ്മുടെ ചുറ്റുപാടുകളിൽ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി സുഖമായിരിക്കുമ്പോഴുള്ള മനസ്സിൻ്റെ അവസ്ഥ മാത്രമല്ല തൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി. സാഹചര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, കർത്താവിലുള്ള ആശ്രയവും വിശ്വാസവും നൽകുന്നതാണ് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും. ദൈവിക കരുതലിൽ എൻ്റെ കർത്താവ് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന ധൈര്യവും വിശ്വാസവുമാണ് ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. മലയാളം ബൈബിളിൽ അലംഭാവം എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടൻറ്റ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദൈവത്തിൻ്റെ പരമാധികാരത്തെയും നന്മയെയും ചോദ്യം ചെയ്യാതെ അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തിക്കാണ് ഈ അലംഭാവം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പിയർ 4:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ 4:10 മുതൽ 13 വരെ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പ് തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ ഭാഗം നമുക്ക് പരിചിതമാണ്. 13ാം വാക്യം പ്രത്യേകിച്ചും നാം പലപ്പോഴും ഉദ്ധരിക്കുകയും പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്ന വാക്യമാണ്. എന്നാൽ ഇത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കാറുണ്ടോ എന്നറിയില്ല. പൗലോസ് ഇത് ഒരു ജയിലിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. ജയിലിലെ ജീവിതം നമുക്ക് പരിചയമില്ലല്ലോ. നമുക്ക് ആർക്കും ആഗ്രഹമുള്ള ഒരു സ്ഥലമല്ല ജയിൽ. പക്ഷേ ഒരു ജയിലിൽ ബന്ധനസ്ഥനായിരിക്കുന്ന സമയത്താണ് പൗലോസ് ഇത് എഴുതുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിന് ഒരു സാമ്പത്തിക കൂട്ടായ്മ കൊടുത്തുവിട്ടതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത് ആ സമ്മാനമല്ല തന്നെ സന്തോഷിപ്പിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നും പറയുന്നില്ല. അവർക്ക് തന്നോടുള്ള സ്നേഹം ഓർത്ത് കർത്താവിൽ വളരെ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് ഇവിടെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്.
എനിക്ക്, ഞാൻ എന്നീ പദങ്ങൾ ആവർത്തിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ 4 വാക്യങ്ങളിലായി 8 പ്രാവശ്യം എനിക്ക്, ഞാൻ എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങി. ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഞാൻ പറയുന്നത് അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. അങ്ങനെ പൗലോസ് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി പൗലോസ് പറയുന്നത് ഈ തൃപ്തി, ഈ അലംഭാവം അത് ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് എന്നാണ്. കർത്താവിൽ വളരെ സന്തോഷിച്ചു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. തൻ്റെ എല്ലാ ആവശ്യങ്ങളും താൻ അറിയിക്കുന്ന കർത്താവിനോടായിരുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ബന്ധങ്ങൾ അല്ല ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും എൻ്റെ ജീവിതം കർത്താവിൻ്റെ നിയന്ത്രണത്തിലും കാവലിലുമാണെന്ന അറിവിൽ നിന്നും നമ്മുടെ അകത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ആശ്വാസം, ആത്മാവിൻ്റെ ഫലമായ സമാധാനം, സന്തോഷം, അതാണ് ഈ തൃപ്തി അല്ലെങ്കിൽ അലംഭാവം. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും നമ്മെ മനസ്സിലാക്കാതെ പോകുന്ന, നമ്മെ എപ്പോഴും കുറ്റം പറയുന്ന ആളുകൾ, ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇതൊന്നും നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ ആവശ്യമില്ല. കാരണം നമ്മൾ സന്തോഷിക്കുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും, ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസവും ഉറപ്പും നമുക്ക് ധൈര്യം നൽകി നമ്മെ നടത്തും. ദാവീദ് ഇത് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷവും കാട്ടിലും ഗുഹയിലും പ്രാണരക്ഷാർത്ഥം അലഞ്ഞ് ഓടി നടന്നപ്പോഴും കർത്താവിൻ്റെ വിളിയോ തിരഞ്ഞെടുപ്പോ ദാവീദ് സംശയിച്ചില്ല. സങ്കീർത്തനം 16 അത് നാം വായിക്കുന്നുണ്ട്. ദാവീദ് ദൈവത്തോട് വളരെ തുറന്ന് പറയുകയാണ്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവാണ് തൻ്റെ എല്ലാം, കർത്താവാണ് തൻ്റെ സകല നന്മയും എന്ന് തന്നെയാണ് ദാവീദ് ഉദ്ദേശിച്ചത്. 5-ാം വാക്യത്തിൽ എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് കർത്താവാകുന്നു, കർത്താവ് എൻ്റെ സമ്പത്ത് എന്നാണ് ദാവീദ് പറയുന്നത്. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു, എനിക്കുള്ള പ്രതിഫലം അത് മറ്റാരും എടുക്കുകയില്ല, നീ അത് പരിപാലിക്കും എന്ന ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് നാം ബോധവാന്മാരാണോ? ചിന്തിക്കാറുണ്ടോ? റോമാലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നാം വിശ്വസിക്കുന്ന ഈ ദൈവത്തെ അറിയുന്നത്, ആ പരിജ്ഞാനം, അതാണ് നമ്മെ യഥാർത്ഥ സന്തുഷ്ടരും സംതൃപ്തരുമാക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വീണ്ടെടുത്ത ഈ ദൈവം നമ്മെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നാം അവനെ അറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ട് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നാണ്. ഇങ്ങനെ നാം ജീവിക്കുമ്പോൾ നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് സന്തുഷ്ടരായിരിക്കാൻ സാധിക്കും. പ്രായമാകും തോറും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ആവലാതി പറയാതെ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് ചിന്തിച്ചും അവനെ സ്തുതിച്ചും മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന കാര്യങ്ങൾ സംസാരിച്ചും നമ്മുടെ ജീവിതം നമുക്ക് കഴിക്കാം. നല്ല പാട്ടുകളും ദൈവവചനവും എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ അലംഭാവം പഠിച്ചെടുക്കേണ്ടതാണ്. പൗലോസ് അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ പഠിച്ചു എന്നാണ്. അത് തനിയെ ഉണ്ടാകുന്ന ഒരു ശീലമല്ല, സ്വഭാവമല്ല.
ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതെങ്ങനെയാണ് പൗലോസ് പഠിച്ചത് എന്നും അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ശീലം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകുന്നതല്ലല്ലോ, ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ലല്ലോ. പലതവണ അനുഭവിച്ച് ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ജയിലിലുള്ള ജീവിതം നമുക്ക് ചിന്തിക്കാൻ തന്നെ വിഷമമാണ്. എന്നിട്ടും പൗലോസ് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല എന്നാണ്. എല്ലാ അവസ്ഥയിലും ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നാണ്. ഏത് സ്കൂളിലാണ് പൗലോസ് ഇത് പഠിച്ചത്? അതും താൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. 11-ാം അധ്യായം 23 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ അത് വിവരിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി, അതായത് 39 അടി 5 പ്രാവശ്യം കൊണ്ടു. കോലിനാൽ 3 വട്ടം അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ്, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. ഇതാണ് പൗലോസിൻ്റെ സ്കൂള്. ഈ സ്കൂളിൽ ചേരാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഈ അവസ്ഥകളിലൂടെയാണ് പൗലോസ് കർത്താവിൽ സന്തോഷിക്കാൻ ശീലിച്ചത്. 12:7 2 കൊരിന്ത്യർ 12:7 എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. പൗലോസിനുണ്ടായിരുന്ന എന്തോ ശാരീരിക അസ്വാസ്ഥ്യമായിരുന്നു ഇത് എന്ന് വിചാരിക്കുന്നു. മാറിക്കിട്ടാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. 3 പ്രാവശ്യം അപേക്ഷിച്ചു. ഉത്തരം കിട്ടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ഉത്തരത്തിലും പൗലോസ് സന്തോഷത്തോടെ പ്രശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. രോഗത്തിലും ബുദ്ധിമുട്ടുകളിലും കർത്താവിൻ്റെ ശക്തി എനിക്കുണ്ടെന്ന വിശ്വാസത്തിൽ സന്തോഷിക്കാൻ നമുക്കും സാധിച്ചെങ്കിൽ. പഴയ നിയമത്തിൽ യോസെഫിൻ്റെ കഥ നമുക്കറിയാം. തൻ്റെ സഹോദരന്മാരുടെ അസൂയയ്ക്കും വെറുപ്പിനും ഇരയായി മിസ്രൈമിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും കർത്താവ് തന്നോട് കൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസം ചെന്നിടത്തെല്ലാം ഏൽപ്പിച്ച ജോലികളെല്ലാം പരാതികളില്ലാതെ വിശ്വസ്തയോടെ ചെയ്തു. കാരാഗ്രഹത്തിൽ പോലും മിസ്രൈമിലെ മന്ത്രിയായി ഉയർന്നപ്പോഴും താൻ അതിൽ മതിമറന്നില്ല. അവിടെയും അലംഭാവത്തോടെ ഇരുന്നു. തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവസരം വന്നപ്പോൾ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവസരം വന്നപ്പോൾ താൻ അത് നന്നായി ചെയ്തു. സഹോദരന്മാർ തൻ്റെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചപ്പോൾ യോസെഫ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇങ്ങനെ പറയാൻ സാധിച്ചത് തൻ്റെ സമൃദ്ധിയിലും അലംഭാവത്തോടെ ഇരുന്നതിൻ്റെ തെളിവാണ്. സഹോദരിമാരെ, നമുക്കും ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ തൃപ്തിയുള്ള, പരാതികളില്ലാത്ത, നന്ദിയുള്ള ജീവിതം കഴിക്കാൻ ദൈവം സഹായിക്കട്ടെ. രൂത്തും അതിനൊരു ഉദാഹരണമാണ്. അവളുടെ അമ്മാവിയമ്മ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവളുടെ അമ്മാവിയമ്മയുടെ ദൈവത്തെ അവൾ അറിഞ്ഞപ്പോൾ അവൾ ചില തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. താൻ അറിയാത്ത ആളുകളുടെ അടുക്കിലേക്ക്, രാജ്യത്തിലേക്ക്, ജീവിത രീതികളിലേക്ക് പോകുവാൻ അവൾ തീരുമാനിച്ചു. അവിടെ ചെന്ന് അമ്മയുടെ ആലോചനകൾക്കനുസരിച്ച് എല്ലാം ചെയ്യുന്നു. ഒരു പരാതിയുമില്ല. ജീവിതം എളുപ്പമായിരുന്നില്ല. കാലാപെറുക്കാൻ വെയിലത്ത് മറ്റ് വേലക്കാരോടൊപ്പം പോയപ്പോൾ അവരുടെ പരിഹാസവും കുത്തുവാക്കുകളെല്ലാം താൻ സഹിക്കേണ്ടി വന്നു.
പക്ഷേ അവൾ മടുത്തില്ല, ആവലാതി പറഞ്ഞില്ല. തൻ്റെ ദൈവത്തിൽ തന്നെ അവൾ ആശ്രയിച്ചു. അത് അവൾക്ക് വലിയ പദവി നൽകി. രക്ഷകനായ മസിഹായുടെ വംശാവലിയിൽ ഉൾപ്പെടാൻ ദൈവം അവളെ അനുഗ്രഹിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മളത് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ശീലം വളർത്തിയെടുക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാം നല്ലതിന് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. രാജാവും മന്ത്രിയും കൂടെ ഒരിക്കൽ കാട്ടിൽ പോയി. കാട്ടിൽ വേട്ടയാടുന്ന സമയത്ത് രാജാവിൻ്റെ വിരലിൻ്റെ ഒരു ഭാഗം അറ്റുപോയി. ഉടനെ മന്ത്രി അതിനാവശ്യമായ എല്ലാ പ്രതിവിധികളും ചെയ്തു, ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇതും നല്ലതിനാണ് രാജാവേ. അത് കേട്ടപ്പോൾ രാജാവിന് വളരെ കോപമുണ്ടായി. എങ്കിലും തിരിച്ച് കൊട്ടാരത്തിൽ ചെല്ലുന്നവരെ താൻ മിണ്ടിയില്ല. കൊട്ടാരത്തിൽ ചെന്ന് രാജാവ് ആജ്ഞയിട്ടു മന്ത്രിയെ ഉടനെ ജയിലിലടയ്ക്കാൻ. ജയിലിലേക്ക് പോകുമ്പോഴും മന്ത്രി മനസ്സിൽ വിചാരിച്ചു, ഇതും നല്ലതിന്. ചില ദിവസങ്ങൾക്ക് ശേഷം രാജാവ് വീണ്ടും വേട്ടയ്ക്ക് പോയി. ഇപ്രാവശ്യം തനിയെയാണ് പോയത് കാട്ടിലേക്ക്. ഉൾക്കാട്ടിൽ ചെന്നപ്പോൾ ചില കാട്ടുജാതിക്കാർ രാജാവിനെ പിടിച്ചു. അവർ ഒരു മനുഷ്യനെ തങ്ങളുടെ ദേവനെ യാഗമർപ്പിക്കാൻ വേണ്ടി തേടി നടക്കുകയായിരുന്നു. രാജാവിനെ കിട്ടിയപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. പക്ഷേ യാഗവസ്തുവിൽ യാതൊരു ഊനവും ഉണ്ടായിരിക്കരുതെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അവരുടെ ഒരു ആചാരമായിരുന്നു അത്. അവർ രാജാവിനെ പരിശോധിച്ചപ്പോൾ രാജാവിൻ്റെ ഒരു വിരലില്ല. അപ്പോൾ തങ്ങൾക്ക് രാജാവിൻ്റെ യാഗം അർപ്പിക്കാൻ സാധിക്കില്ലെന്നായി. അവർ രാജാവിനെ വെറുതെ വിട്ടു. രാജാവ് തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ മന്ത്രിയെ ഉടനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി അന്ന് പറഞ്ഞത് ശരിയാണ്. എൻ്റെ ആ വിരൽ പോയത് നന്നായി, നല്ലതിനായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, എന്നെ ജയിലിലടച്ചത് നന്നായി. അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെ ഞാനും വേട്ടയാടാൻ വന്നേനെ. രാജാവിൽ ഊനം കണ്ടെത്തുമ്പോൾ എന്നെ അവർ പിടിച്ചേനെ. ഞാനിന്ന് യാഗമായി തീരേണ്ടി വന്നേനെ. അതെ, അതൊരു കഥയാണ്. പക്ഷേ നമ്മൾക്കതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാം. നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവനിയന്ത്രിതമാണ്. അതെല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുവാൻ കർത്താവ് ശക്തനാണ്. മൂന്നാമതായി, ഈ തൃപ്തിയുള്ള മനോഭാവം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. എബ്രായർ 13:5-6 വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വാഗ്ദത്തോടു കൂടിയ ഒരു കൽപ്പനയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നത് ഉദ്ധരണിയാണ്. പഴയ നിയമത്തിൽ കർത്താവ് യോശുവോട് പറയുന്നതാണിത്. യോശുവ 1-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു. അവിടെ യോശുവയ്ക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം പിടിച്ചടക്കാൻ പോകാനായി യോശുവയെ ഉത്സാഹിപ്പിക്കുകയാണ് ഇവിടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു അലസ മനോഭാവമല്ല. ഇവിടെ യോശുവ അങ്ങനെ അലസതയോടെ ഇരിക്കാനല്ല കർത്താവ് ഉദ്ദേശിച്ചത്. തൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം പിടിച്ചടക്കുവാൻ യോശുവയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ. മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടിയും ഇരിക്കുമെന്ന് പറഞ്ഞ് യോശുവയെ ധൈര്യപ്പെടുത്തി. അനാക്യ മല്ലന്മാരെയും ഇരുമ്പ് രഥങ്ങളുമുള്ള കനാൻ രാജാക്കന്മാരെ പിടിച്ചടക്കാൻ യോശുവയെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇത്. നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളിലും നാം കർത്താവിൻ്റെ കൈകളിലാണെന്ന ബോധ്യം നമ്മെ സന്തുഷ്ടിയുള്ളവരാക്കേണ്ടതല്ലേ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഈ അറിവ് നമുക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുമല്ലോ.
ദൈവത്തിലുള്ള വിശ്വാസവും അവൻ്റെ വചനത്തിലുള്ള ആശ്രയവുമാണ് നമ്മെ ധൈര്യവും തൃപ്തിയുമുള്ളവരാക്കുന്നത്. വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുവാൻ ഈ വിശ്വാസം നമ്മെ സഹായിക്കും. നമ്മിൽ ഈ വിശ്വാസവും ആശ്രയവും ഉണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് അത് കൈമാറാൻ നമുക്ക് സാധിക്കും. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ, നിന്റെ നിർവ്യാജ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അടുത്ത തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസവും പ്രതിസന്ധികളെ കാണുമ്പോൾ പതറാത്ത, ആവലാതി പറയാത്ത ജീവിതം സഹായമാണ്. നമ്മുടെ മക്കൾ അത് അനുകരിക്കും. അവരും തൃപ്തിയോടെ ജീവിക്കാൻ, സന്തുഷ്ടിയോടെ ജീവിക്കാൻ ശീലിക്കും. ദൈവവചനത്തിലുള്ള ആശ്രയവും വചനമനുസരിച്ചുള്ള ശൈലിയും മക്കളിൽ വളർത്താൻ നമ്മൾ കാരണമാകട്ടെ. എല്ലാ ചുറ്റുപാടുകളും അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷവും തൃപ്തിയുള്ളവരായി ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളിലും നമ്മൾ ആശ വച്ചിരുന്ന മക്കൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആകാതിരിക്കുമ്പോഴും നമുക്ക് ക്രിസ്തുവിൽ ഈ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കണം. പ്രായം കൂടുന്തോറും ഇല്ലായ്മയും അല്ലായ്മയും പറയുന്നവരായിട്ടല്ല, നന്ദിയുടെയും കർത്താവിൻ്റെ വിശ്വസ്തതയും കൃപകളെയും കുറിച്ച് പറയുന്നവരായി നമുക്ക് ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മെ കാണുന്നവർക്ക് ക്രിസ്തുവിൽ ലഭിക്കുന്ന സമാധാനവും ധൈര്യവും മനസ്സിലാക്കുവാനും അങ്ങനെ ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാനും ഇടയാകട്ടെ. കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും മാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഈ വചനം പോലെ, യിരെമ്യാവിലാണിത് നമ്മൾ വായിക്കുന്നത്, ഈ വചനം പോലെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.